വെൽക്കം ടു മൈ ചാനൽ. ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയ ഒരു സംഭവം ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. ഞാനത് ഷീൻ എന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ അറിയാലോ, പയർ, ചെറുപയർ, കടല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, പരിപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് ഒരു ബോട്ടിലോ എന്തെങ്കിലും കണ്ടില്ലേ, ഇങ്ങനെ പയർവർഗ്ഗങ്ങളെല്ലാം ഇതിലാണ് ആക്കി വെക്കുന്നത്. നമ്മൾ എന്തായാലും അല്ലേ, അതെല്ലാം ഒരു ബോട്ടിലും കണ്ടെയ്നറിലും അങ്ങനെയൊക്കെ ആക്കിയിട്ട് വെക്കില്ലേ കബോർഡിൽ. അപ്പോൾ ഒരു സാധനം നമുക്ക് എടുക്കണം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളത് അല്ലേ എടുക്കുക, ബാക്കിലോട്ട് ഇങ്ങനെ ലൈനായിട്ട് വെക്കും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്കൊരു പരിപ്പ് കറി അല്ലെങ്കിൽ ഒരു പയർ കറി എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുക്കണ്ടേ എന്നുള്ള ഒരു അല്ലേ, തിരഞ്ഞു പിടിച്ച് എടുക്കണ്ടേ എന്നുള്ളതിൽ നമ്മൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടാകും, പക്ഷെ ലൈനിൽ ഇങ്ങനെ 2-3-4 ലൈനായിട്ട് അങ്ങനെ കവറിൽ വെച്ചിട്ടുണ്ടാകും. എടുക്കണ്ടേ എന്നുള്ളതിൽ വെള്ളത്തിലിടാനൊക്കെ ഞാൻ മടിച്ച് കാണിച്ചിട്ട് ചെയ്യാറില്ല. അങ്ങനെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഇതൊന്നും ഞാൻ ഷീന്ന് കണ്ടിട്ട് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാമല്ലോ. അപ്പം നമുക്ക് എല്ലാം അതിലിട്ട് വെക്കാം, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ട് വെക്കാനുള്ള സംഭവമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു, വന്നു, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം കേട്ടോ, അതെന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം അതെന്താണെന്ന്. ഓക്കെ, കമോൺ. ഇതാണ് കേട്ടോ ബോക്സ്. നോക്കി, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ ഇതാണ് കേട്ടോ. അതൊക്കെ ഇത് സ്പിൻ ചെയ്യാന്നാണ്. നല്ലപോലെ നമുക്ക് ഒരു ഇതുമില്ല. അത് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇതിൽ കൂടെ ഇടാന്ന്. ഇതിൽ 6 ഐറ്റം ഇടാം കേട്ടോ. നോക്കി, 6 ഉണ്ട്. 6 ഐറ്റം ഇടാന്നാണ്. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. സൂപ്പറാണ്. അതുപോലെ തന്നെ ഇതിൽ 1 സൈഡാണ് ഓപ്പൺ കേട്ടോ. അതാ ഇത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എല്ലാത്തിൻ്റെ അവിടെയും ബട്ടൺ ഉണ്ട്. ഇതാ ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് ഇതിലേക്ക് വീഴുന്നിട്ട് ഇതിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. സൂപ്പർ അല്ലേ. നോക്കിക്കേ, ഇതിൽ 6 ഐറ്റം. അപ്പോൾ എല്ലാത്തിൻ്റെ അവിടെയും ബട്ടൺസ് ഉണ്ട്. നമ്മൾ അതിൽ വേണം അപ്പോൾ അങ്ങോട്ട് സ്പിൻ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനിതിലെല്ലാം ആക്കി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് ഗൈസ്. അത് നോക്കിക്കോളൂ. അങ്ങനെ ഞാനിതിൽ ഫിൽ ചെയ്തു കേട്ടോ. വേണ്ടല്ലോ, നോക്കിയത് എത്ര സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ഇതുണ്ടല്ലേ, എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നോക്കി, നമുക്ക് സ്പിൻ ചെയ്ത് ഏത് വേണമെന്ന് ഇങ്ങനെ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, എല്ലാം ഞാൻ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ. ഇനിയിപ്പോൾ എനിക്ക് ഇപ്പോൾ ഇഡ്ഡലി ദോശ ഇടണമെങ്കിൽ തന്നെ ഞാനുണ്ടല്ലോ ഉഴുന്നെടുക്കണം, വെള്ളത്തിലിടണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി മടിച്ചിട്ടൊക്കെ എത്ര ഞാനിത് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഇത് എങ്ങനെ എടുത്താൽ മതി. കണ്ട അതാ. അപ്പോൾ ഞാനതാ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ. നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാനതാ ജസ്റ്റ് ഈ ഇവിടെ ഓപ്പൻ്റെ അവിടെ ഇത് കൊണ്ടുവരാം. അപ്പോൾ ഏതാ വേണ്ടതെന്ന് അതിന് ഇവിടെ ഓപ്പൻ്റെ അവിടെ കൊണ്ടുവന്ന് നോക്കിയാൽ ഇതാ ഇതുണ്ട്, ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുക. ഇതാ അല്ലേ. എന്നിട്ട് ഇതാ നോക്കി എടുക്കാമെന്നാണ്. കണ്ടല്ലേ, ഇതാ പരിപ്പ് വന്നു. അങ്ങനെ ഇതാട്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അതാണ്ട, ഇതിലാണ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലുണ്ടല്ലോ 1 കിലോ വെച്ച് ഓരോന്നിലും ഇടാവുന്നതാണ് കേട്ടോ. ഇതിന് ഫ്ലേസ് ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞാൽ, ഒരു സാധനം എടുക്കാനുണ്ട്. ഇത് കണ്ട ഈ കൊള്ളെന്ന് പറയും, മുതിര അല്ലേ. നമുക്ക് അറിയായിരിക്കില്ല നാട്ടിലൊക്കെ മുതിര. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടത്തെ അല്ല, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഉണ്ടല്ലേ, എത്ര നാളായാലും 1 വർഷം ആകാനാവുന്നു. ഞാൻ ഇനിയും ഇത് വെച്ചിട്ടില്ല. ഞാൻ കൊണ്ടുവന്ന് പാക്കോട് കൂടി അങ്ങനെ വെച്ച് ബോട്ടിലാക്കി ബാക്കിൽ വെച്ച്, പക്ഷെ എടുക്കാൻ തോന്നില്ല. നോക്കിയാൽ ഞാനപ്പോൾ അത് എടുക്കാനുള്ള മടി കാരണം എടുക്കാതെ വെച്ച് നോക്കിക്കേ. ഇനിയിപ്പോൾ ഇതാ കണ്ടപ്പോൾ അയ്യോ ഇതിവിടെ ഇനിയും വെച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് അറിയാമല്ലോ, ഇഷ്ടമുള്ളത് നമുക്ക് ഇതിൽ വെക്കാം. എന്ത് പെട്ടെന്ന് എടുക്കാനാണ്, എടുത്ത് യൂസ് ചെയ്യാം അല്ലേ. സൂപ്പറായിട്ടില്ലേ പറയേ. സൂപ്പറായി, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. I hope you all really enjoy this video. If you like this video, sure to like, share and subscribe.